ഞാൻ കഴിഞ്ഞ ദിവസം ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ കാണാൻ പോയി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് നമ്മളുടെ കുസാറ്റിൽ വെച്ചായിരുന്നു എക്സിബിഷൻ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അവരുടെ സയൻസ് ഔട്ട്റീച്ച് ആമായിട്ടുള്ള ലൂക്ക മാഗസിനും കൂടെ ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന ഇവന്റാണ് ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ. നമുക്ക് ഈ എക്സിബിഷനിലുള്ള ക്വാണ്ടം മെക്കാനിക്സിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. എക്സിബിഷന്റെ ആദ്യത്തെ സെക്ഷനിൽ ക്വാണ്ടം മെക്കാനിക്സിലെ ചരിത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റാളിൽ നമുക്കൊരു സോളാർ സ്പെക്ട്രം, അതായത് സൂര്യപ്രകാശം 7 കളറുകളിലൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണിക്കുന്ന ഡെമോൺസ്ട്രേഷൻ അവിടെ ഉണ്ടായിരുന്നു. സോളാർ സ്പെക്ട്രമാണ് സയന്റിസ്റ്റുകളെ ആറ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യകാലത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഈ എക്സ്പെരിമെന്റിലൂടെ ലൈറ്റിന് ഒരു പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ സമ്മാനം വാങ്ങിക്കൊടുത്ത തിയറിയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ സ്റ്റാളിൽ തന്നെ അടുത്തായിട്ട് മേരി ക്യൂറിയുടെയും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെയും ഒരു മോഡൽ ഉണ്ടായിരുന്നു. അവിടെ തന്നെ 5th സോൾവേ കോൺഫറൻസ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ് എന്നറിയപ്പെടുന്ന 1927 വെച്ച് നടത്തിയ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ 29 ഫിസിസിസ്റ്റുകൾ ഒരുമിച്ച് കൂടിയ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 1927 നടന്ന ഈ കോൺഫറൻസിൽ പങ്കെടുത്തതിൽ 17 പേർക്ക് നോബൽ സമ്മാനം കിട്ടിയതാണ്. അന്ന് ഗ്യാദർ ചെയ്ത 29 പേരില് 17 പേരും നോബൽ സമ്മാനം നേടിയ ആളുകളാണ്. പിന്നീട് ഷ്രോഡിംഗേഴ്സ് കാറ്റിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. ഷ്രോഡിംഗേഴ്സ് കാറ്റിലെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഒരു പാർട്ടിക്കിളിന് ഒരേ സമയം 2 സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. നമ്മൾ അത് ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഏത് സ്റ്റേറ്റ് ആണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ ഐഡിയ കുറച്ച് വിയേർഡ് ആണെങ്കിലും അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബ്യൂട്ടി. രാമൻ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനന്റെ ലൈവ് ഡെമോൺസ്ട്രേഷനും അവിടെ നമുക്ക് കാണാൻ പറ്റി. ഇത് രാമൻ സ്കാറ്ററിംഗ് ആണ് എക്സ്പെരിമെന്റ്. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഗ്രീൻ ലൈറ്റ് അടിക്കുകയാണ്. ഇവിടെ സൈക്ലോ ഹെക്സൈൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഈ വരുന്ന ഗ്രീൻ ലൈറ്റ് ഈ മോളിക്യൂൾസ് തട്ടും. അപ്പോൾ തമ്മിൽ കൊളീഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് യൂണിഫോം ആയിട്ടായിരിക്കില്ല. അപ്പോൾ ചില മോളിക്യൂൾസ് തട്ടുമ്പോൾ എന്താ വെച്ചാൽ, ഈ ഒരു ഗ്രീൻ ലൈറ്റിൻ്റെ എനർജി ആ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എനർജി കുറയും. എനർജി കുറയുമ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കൂടും. ഇത് ചില മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇതിന് എനർജി കൊടുക്കും ഈ വരുന്ന ലൈറ്റിന്. അപ്പോൾ ഇതിൻ്റെ എനർജി കൂടും, ഫ്രീക്വൻസി കൂടും. അപ്പോൾ വേവ് ലെങ്ത് കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് വേവ് ലെങ്ത് കൂടിയ ലൈൻസ്, വേവ് ലെങ്ത് കുറഞ്ഞ ലൈൻസ് കിട്ടും. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ലൈൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക, വേവ് ലെങ്ത് കുറഞ്ഞത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഗ്രീൻ കൊടുത്തുകൊണ്ട് ഇബ്ജോറിൽ ഗ്രീനിന് മേലെ വരുന്നത് ഓറഞ്ച് റെഡാണ്. അപ്പോൾ ആ ഒരു റീജിയണിലെ ലൈനാണ് നമുക്ക് കാണുക. അതിന് താഴെയുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓറഞ്ച് യെല്ലോയിഷ് കളർ കിട്ടുന്നത്. ഇന്ത്യൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള CV രാമൻ കണ്ടുപിടിച്ച ഫിനോമിനാണ് രാമൻ ഇഫക്റ്റ്. എങ്ങനെയാണ് ലൈറ്റ് ഒരു മോളിക്യൂളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ലൈറ്റിന് മാറ്റങ്ങൾ വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇഫക്റ്റ് ആണ് രാമൻ ഇഫക്റ്റ്. CV രാമനാണ് ഇന്ത്യയിലെ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടുന്ന സയന്റിസ്റ്റ്. ആൻഡ് സ്റ്റോറിൽ തന്നെ തയ്യൂർ കെ രാധ എന്ന് പറയുന്ന നിങ്ങൾക്ക് അത്ര പരിചയമല്ലാത്ത ഒരു സയന്റിസ്റ്റിന്റെ കഥയും ഉണ്ടായിരുന്നു. തയ്യൂർ കെ രാധ കേരളത്തിൽ നിന്നുള്ള സയന്റിസ്റ്റ് ആണ്. ജെ റോബർട്ട് ഓപ്പൺഹൈമർ നേരിട്ട് അമേരിക്കയിലുള്ള പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുക, അതും 1965. ആ ഇൻവിറ്റേഷന്റെ കത്തും നമുക്ക് എക്സിബിഷനിൽ കാണാൻ സാധിക്കും. അതിനുശേഷം മറ്റൊരു റൂമിൽ സേണിന്റെ, അതായത് CERന്റെ അകത്തുള്ള ഒരു വിർച്വൽ റിയാലിറ്റി ടൂറും ഉണ്ടായിരുന്നു. സേൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്കിൾ ഫിസിക്സ് ലാബാണ്. വിർച്വൽ റിയാലിറ്റിയിലൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ശരിക്കും കയറിയാലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. തൊട്ടടുത്ത റൂമിലായിട്ട് ഒരു സ്പെറിക്കൽ ബോളിൽ 3 ഡയമെൻഷനിലായിട്ടുള്ള പ്രൊജക്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതില് 1990 വോയേജർ 1 എന്ന് പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റ് 6 ബില്യൺ കിലോമീറ്റർ ദൂരെ നിന്ന് ഭൂമിയുടെ ഫോട്ടോ എടുത്തത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
കാൾ സാഗൻ ആ ഫോട്ടോയെ ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. ചെറിയ പൊട്ടു മാത്രമായിട്ടുള്ള ആ ഭൂമിയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എത്ര കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നും എത്രയധികം കാര്യങ്ങളുണ്ട് നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ എന്നും നമ്മൾ റിയലൈസ് ചെയ്യും. അവസാനമായിട്ടുള്ള സ്റ്റോളിന്റെ പേര് ഫെർമി ലാബ് എന്നായിരുന്നു. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റം മോഡലുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സോളാർ സിസ്റ്റം പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള റുദർഫോർഡിന്റെ മോഡൽ, അതിന്റെ തൊട്ടടുത്തായിട്ട് ക്വാണ്ടം മോഡൽ. ക്വാണ്ടം മോഡലിൽ ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളായി ഓർബിറ്റ് ചെയ്യുന്നതല്ല നമുക്ക് കാണാൻ സാധിക്കുക, പകരം ഒരു ക്ലൗഡ്സ് ഓഫ് പ്രോബബിലിറ്റി ആയാണ്. അപ്പോൾ ആറ്റം മോഡലിന്റെ ഒരു എവല്യൂഷൻ നമുക്ക് കൃത്യമായി അവിടെ നിന്ന് മനസ്സിലാവും. ശരികളിൽ നിന്നും കൂടുതൽ ശരികളിലേക്ക് പോവുക എന്നതാണ് സയൻസിന്റെ ഒരു എസെൻസ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യും. പിന്നെ നമുക്കൊരു പ്ലാസ്മ ബൾബിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പ്ലാസ്മ എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. പ്ലാസ്മ ബൾബിന്റെ അടുത്തേക്ക് LED കൊണ്ടുവരുന്ന സമയത്ത് അതിൽ തമ്മിൽ തട്ടുന്നില്ല, എങ്കിൽ പോലും LED കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്ലാസ്മ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൽ ഇലക്ട്രിക് ഫീൽഡിന് എനർജി സ്പേസിലൂടെയും ക്യാരി ചെയ്യാൻ സാധിക്കും എന്നതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണിത്. അതിന്റെ അടുത്തായിട്ട് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉണ്ടായിരുന്നു. എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും. ഇത് നമ്മൾ കുട്ടികളോട് അങ്ങനെയാട്ടോ പറയാം. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ ആരും പോയിട്ട് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. കാരണം നിങ്ങളുടെ ശരീരത്തിലൂടെ ആയിരിക്കും ഇടിക്കുന്നുണ്ട്. ആ പോയിന്റഡ് ആയിട്ടുള്ള പാർട്ടിലൂടെയാണ്. അവിടെ ആയിരിക്കും ചാർജ് ഡെൻസിറ്റി കൂടുതൽ ഉണ്ടാകും. ഇങ്ങനെ വെച്ചുകൂടാ. എടാ, നിങ്ങൾ സയൻസ് പഠിക്കുന്നതാണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യണം, ഒരു കുഴപ്പമില്ല. എനിക്ക് ജീവിതത്തിൽ മറക്കില്ലല്ലോ അല്ലേ. എങ്ങനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ബിൽഡപ്പ് ചെയ്യുന്നതെന്നും എങ്ങനെ സ്പാർക്ക് ഉണ്ടാവുന്നു എന്നും ഒക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇടിമിന്നൽ പ്രകൃതിയിൽ ഉണ്ടാവുന്നത് എന്നതിന്റെ എക്സ്പ്ലനേഷനും, എന്തുകൊണ്ടാണ് ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കരുത് എന്ന് പറയുന്നതിന്റെ ഫിസിക്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലോകത്തിലെ ആദ്യമായിട്ട് നിർമ്മിച്ച ട്രാൻസിസ്റ്ററിന്റെ ഒരു മോഡൽ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും ഒക്കെ വരാനുള്ള കാരണം ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തമാണ്. ക്വാണ്ടം ഡോട്ട്സ്, അതായത് ചെറിയ ക്രിസ്റ്റൽസിന്റെ സൈസിൽ മാറ്റം വരുത്തിയാൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മെയ്സ്നർ ഇഫക്റ്റ് കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് ലെവിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്വാണ്ടം ഡോട്ട്സിന്റെയും സൂപ്പർ കണ്ടക്ടേഴ്സിന്റെയും എല്ലാം ലൈവ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ് എക്സിബിഷനിൽ കാണാൻ സാധിക്കും. ക്വാണ്ടം ഡോട്ടിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ മുകളിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ, ഇതുമെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ്. ഇതെല്ലാം കാഡ്മിയം ടെല്ലൂറൈഡ് ആണ്. മുകളിലുള്ളത് ചിലതൊക്കെ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ആണ്. ചിലത് മാംഗനീസ് ഓക്സൈഡ് ക്വാണ്ടം ഡോട്ട് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് നൈട്രജൻ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നിയോഡൈമിയം മാഗ്നറ്റ്സ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സൂപ്പർ കണ്ടക്ടേഴ്സിന് വേറൊരു പ്രത്യേകതയുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല, അതിന്റെ ചുറ്റിനും ആയിരിക്കും പോകുന്നുണ്ട്. അപ്പൊ അത് ലോക്കായിട്ട് ലെവിറ്റേറ്റ് ചെയ്ത് അതിന്റെ ആ ഫീൽഡിൽ തന്നെ ലെവിറ്റേറ്റ് ചെയ്ത് നിൽക്കും. അതാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടീവ് മെയ്സ്നർ എഫക്റ്റ് എന്നാണ് അതിന്റെ പേര്. ഓറഞ്ച് കളർ LED കുറച്ച് സമയം ലിക്വിഡ് നൈട്രജനിൽ മുക്കി വെക്കുമ്പോൾ LED ടെമ്പറേച്ചർ കുറയുകയും LED അകത്തുള്ള ബാൻഡ് ഗ്യാപ്പിൽ മാറ്റം വരുന്ന സമയത്ത് ആ LED കളറ് പച്ചയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഒരു സാധാ LED ആണ്. ഇതൊരു ഏകദേശം ഓറഞ്ച് യെല്ലോ ആ ഒരു കളറല്ലേ. ഇപ്പൊ നമ്മൾ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിറം ഗ്രീൻ ആയിട്ട് മാറുന്നത് കണ്ടല്ലോ. ഇതിന്റെ ബാൻഡ് ഗ്യാപ്പ് വ്യത്യാസം വന്നിട്ട് കളർ മാറും. ബാൻഡ് ഗ്യാപ്പ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കണ്ടക്ഷൻ ബാൻഡ്, ബാലൻസ് ബാൻഡ് എന്നൊക്കെ പഠിച്ചില്ലേ? ഇതിനി ചൂടാവുന്ന സമയത്ത് തിരിച്ച് അതേപോലെയാവും. ആ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വളരെയധികം ക്യൂരിയസ് ആയിരുന്നു. എക്സിബിഷൻ കാണാൻ വന്ന പല സ്റ്റുഡൻസും ആദ്യമായിട്ടാണ് ലിക്വിഡ് നൈട്രജൻ കാണുകയും കൈകൊണ്ട് തൊടുകയൊക്കെ ചെയ്യുന്നത്. അവിടെ നമുക്ക് കുട്ടികളുടെ ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും മാത്രമേ കാണാൻ സാധിക്കൂ. ഈ ഒരു ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ നവംബർ 7 കൊച്ചിയിലെ കുസാറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ 11 ജില്ലകളിലായി നവംബർ 7 തൊട്ട് ഫെബ്രുവരി 19 വരെ ഈ എക്സിബിഷൻ നീണ്ടു നിൽക്കുന്നുണ്ട്. എക്സിബിഷന്റെ ഓരോ ജില്ലയിലുള്ള ഷെഡ്യൂളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു സയൻസ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയോ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സിബിഷൻ നിങ്ങളുടെ ജില്ലയിൽ നടക്കുന്ന സമയത്ത് കാണുക തന്നെ വേണം. ആ എക്സിബിഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിയലൈസ് ചെയ്തു. സയൻസ് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട ഒന്നല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്.
എടാ നിങ്ങൾ സയൻസ് പഠിക്കുന്നതാണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യണം, ഒരു കുഴപ്പമില്ല. ഒരു ജീവിതത്തിൽ മറക്കില്ലല്ലോ അല്ലേ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഓക്കെ, ക്രിസ്പർ ലേണിംഗ് ക്രിയേറ്റ് ചെയ്തത് പോലും കേവലം കുറച്ച് കുട്ടികളെ കേരളത്തിൽ നിന്ന് ഐസറിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സയന്റിഫിക് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക, ക്യൂരിയോസിറ്റി നർച്ചർ ചെയ്യപ്പെടുന്ന ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള റിസർച്ച് എന്ന് കുട്ടികളെ മനസ്സിലാക്കുക, ഒരു സയന്റിസ്റ്റ് ആവുക എന്നുള്ള ആ ഒരു പാത്ത് തുടക്കം തൊട്ടേ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റുഡന്റ് ഒരു സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ് ലെവിറ്റേറ്റ് ചെയ്യുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ സേണിന്റെ ഉൾവശം VR-ലൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ചില ചേഞ്ചുകൾ അവരിൽ സംഭവിക്കുന്നുണ്ട്. ഒരു സ്പാർക്ക്, ഒരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിയാണ് നമ്മൾ ഗ്രോ ചെയ്തെടുക്കേണ്ടത്. ആൻഡ് നമ്മളുടെ സ്റ്റുഡൻസിനും ഇതുപോലെയുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ, നമ്മൾ അവരെ കൂടുതൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ, നമ്മൾക്ക് പരീക്ഷകൾക്കപ്പുറമുള്ള സയൻസിന്റെ ബ്യൂട്ടി അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ, എനിക്ക് 100% ഉറപ്പാണ് കേരളത്തിൽ നിന്നും നമ്മൾ ഒരുപാട് വേൾഡ് ക്ലാസ് റിസർച്ചേഴ്സിന്, ഇന്നോവേറ്റേഴ്സിന് ആൻഡ് സയന്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കും. This is the future we want to build. Let's build the scientific future together. Thanks for watching.